തേക്കടിയിലെ പെരിയാർ തടാകത്തിൽ ഫാമിലിയുമൊത്തുള്ള മനോഹരമായ ഒരു ബോട്ട് യാത്ര. മാർച്ച് മാസത്തിലെ എക്സാമും കഴിഞ്ഞ് കുട്ടികൾക്കൊരു റിലാക്സ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് തേക്കടിയിലേക്കുള്ള ഈ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ടും പ്രത്യേകിച്ച് കുട്ടികളോടൊപ്പമുള്ള യാത്ര ആയതുകൊണ്ടും യാത്ര മാക്സിമം എൻജോയ് ചെയ്യുക, സന്തോഷിക്കുക. അക്കാര്യത്തിൽ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെ 2026 ഏപ്രിൽ മാസത്തിലെ ഈസ്റ്റർ ദിനത്തിൽ അതിരാവിലെ കുമിളിയിലെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. ഇവിടെ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബസ്സിലാണ് തേക്കടിയിലേക്ക് പോകുന്നത്. പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യമുള്ളത് വലിയൊരു ആശ്വാസമാണ്. ടോയ്ലറ്റിന് സമീപത്തുള്ള കുരങ്ങുകളുടെ വികൃതികൾ കണ്ടു നിൽക്കുവാൻ രസമുണ്ടെങ്കിലും സൂക്ഷിക്കണം. കാരണം സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുവാനുള്ള സാധ്യതയുണ്ട്. ടോയ്ലറ്റിന് സമീപത്ത് തന്നെയുള്ള വനത്തിലെ പുൽത്തകിടിയിൽ നല്ല വലിപ്പമുള്ള ഒരു കാട്ടുപോത്ത് പുല്ല് തിന്ന് നടക്കുന്ന കാഴ്ച കണ്ടു. ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ചടുത്തായി തന്നെ സുരക്ഷിതമായി നിന്ന് കാണുവാൻ കഴിഞ്ഞു. ആളുകളെ കണ്ടിട്ടും ഞാനത് എത്ര കണ്ടിരിക്കുന്ന മട്ടിൽ തല ഉയർത്തി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വളരെ ശാന്തമായിട്ടാണ് ആശാൻ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നത്. തേക്കടിയിൽ ചെന്നിട്ടാണ് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. കുമിളിയിലെ പെരിയാർ വന്യജീവി സങ്കേതത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ആദ്യം എൻട്രൻസ് ടിക്കറ്റും ബസ് ടിക്കറ്റും എടുക്കണം. അതോടൊപ്പം നമ്മൾ വന്ന വാഹനത്തിന്റെ പാർക്കിംഗ് ഫീസും അടയ്ക്കണം. ഒരാൾക്ക് 45 രൂപയാണ് എൻട്രൻസ് ഫീ. ബസ്സിന് 30 രൂപയാകും. നമുക്ക് പാർക്കിംഗ് ഫീസായ 85 രൂപയും ചേർത്ത് 19 പേർക്ക് 1510 രൂപയായി. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുന്നവർക്ക് ഈ കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് വാങ്ങാവുന്നതാണ്. ബുക്ക് ചെയ്യാതെ വരുന്നവരുടെ ക്യൂ ആണ് ആ കാണുന്നത്. തേക്കടിയിലെ ബോട്ട് ലാൻഡിംഗ് ഏരിയയിൽ എത്തുവാൻ കുമിളിയിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഏകദേശം 4 കിലോമീറ്ററോളം വനത്തിൽ കൂടി സഞ്ചരിക്കണം. ബോട്ടിങ്ങിന് ഓൺലൈനായി ബുക്ക് ചെയ്തിട്ടുള്ളവർ കുമിളിയിലെ ടിക്കറ്റ് കൗണ്ടറിൽ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിനും 1 മണിക്കൂർ മുമ്പായി എത്തണം. തേക്കടിയിലെ ടിക്കറ്റ് കൗണ്ടറിൽ അരമണിക്കൂർ മുമ്പായും എത്തണം. KTDCയുടെ ബോട്ടിൽ ഒരാൾക്ക് 255 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. പക്ഷേ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ടിക്കറ്റ് ചാർജ് കൂടും. നമ്മൾ കുട്ടികൾ ഉൾപ്പെടെ 19 പേരുണ്ടായിരുന്നതുകൊണ്ടും ബുക്ക് ചെയ്യാതെ വന്നാൽ സീറ്റ് കിട്ടുമെന്നുള്ള ഉറപ്പൊന്നും ഇല്ലായിരുന്നതുകൊണ്ടും റിസ്ക് എടുക്കാൻ നിന്നില്ല. KTDCയുടെ ബോട്ടിൽ സീറ്റുകൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് 450 രൂപ വെച്ചാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് ആയത്. ബുക്ക് ചെയ്തിട്ടുള്ളവർ ഇവിടെ നിന്നുമാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ബുക്ക് ചെയ്യാത്തവർക്ക് വേറെ കൗണ്ടറാണ്. സൺഡേ ആയതുകൊണ്ടും ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ടുമായിരിക്കണം നല്ല തിരക്കുണ്ട്. ആദ്യമേ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് മുകൾ തട്ടിൽ മുൻഭാഗത്തുള്ള 1 മുതൽ 19 വരെയുള്ള സീറ്റുകളാണ് നമുക്ക് കിട്ടിയത്. രാവിലെ 7:30, 9:30, 11:15, ഉച്ചയ്ക്ക് 1:45, വൈകുന്നേരം 3:30, അങ്ങനെ 5 ട്രിപ്പുകളാണുള്ളത്. ഒന്നര മണിക്കൂറാണ് ബോട്ടിങ്ങിന്റെ ദൈർഘ്യം. 7:30 ബോട്ട് സ്റ്റാർട്ട് ചെയ്താൽ 9 മണിയാകുമ്പോൾ തിരികെ എത്തും. ഇടുക്കി ജില്ലയിലെ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലാണ് പെരിയാർ തടാകത്തിന്റെ സ്ഥാനം. തടാകത്തിന് ചുറ്റുമുള്ള വനത്തിൽ നിന്നും മൃഗങ്ങൾ തീറ്റ തേടുവാനും വെള്ളം കുടിക്കുവാനും തടാകക്കരയിലെത്തുന്നു. ഉള്ളിമാൻ, മ്ലാവ്, കാട്ടുപോത്ത്, ആന ഇവയാണ് കൂടുതലായും തടാക തീരത്തേക്ക് എത്തുന്നത്. മിക്കവാറും പന്നിക്കൂട്ടങ്ങളും കാണും.
രാവിലെയും വൈകുന്നേരവുമാണ് മൃഗങ്ങൾ കൂടുതലായും തടാകക്കരയിൽ എത്തുന്നതെന്ന അറിവ് വെച്ചാണ് രാവിലെ 7:30 ബോട്ടിംഗ് എടുത്തത്. പക്ഷേ ഈ സമയങ്ങളിലായാലും മൃഗങ്ങളെ കാണുവാൻ കഴിയണമെങ്കിൽ ഭാഗ്യം കൂടി വേണം. ഒരു പന്നിക്കുട്ടനെയും 4 മ്ലാവുകളെയും ഒരു കാട്ടുപോത്തിനെയുമാണ് ആകെ കണ്ടത്. ഇടയ്ക്ക് വെച്ചൊരു കരടി കാട്ടിലേക്ക് പെട്ടെന്ന് ഓടിപ്പോകുന്ന കാഴ്ചയും കണ്ടു. പക്ഷേ ഇതൊക്കെ അങ്ങ് ദൂരെ ആയിരുന്നതുകൊണ്ട് ശരിക്കതൊന്നും മൊബൈൽ പിടിക്കുവാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ മൃഗങ്ങളെയൊന്നും കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തടാകത്തിൽ കൂടിയുള്ള ബോട്ട് യാത്ര മനോഹരമാണ്. തടാകത്തിലെ വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന മരക്കുറ്റികൾക്കിടയിൽ കൂടിയാണ് ബോട്ട് സഞ്ചരിക്കുന്നത്. അതും ഒരു പ്രത്യേക അനുഭവമാണ്. ഈ മരക്കുറ്റികളിൽ പലതരത്തിലുള്ള പക്ഷികൾ ഇരിക്കുന്നത് കാണാം. കൂടുതലും നീർക്കാക്കകളാണ്. പിന്നെ പൊന്മാനയും കാണാം. സന്യാസി കൊക്കുകളും ഉണ്ടാകും. മീൻ പിടിക്കുവാനുള്ള ഇരിപ്പാണത്. ആ ചെറിയ മരക്കുറ്റിയിലിരുന്ന കുഞ്ഞു പൊന്മാൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഊളിയിടുന്ന കാഴ്ച കണ്ടു. മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണത്തോടു കൂടിയാണ് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ ഈ തടാകം രൂപപ്പെടുന്നത്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കുന്നതിന് മുമ്പ് വനത്തിന്റെ ഭാഗമായി ഇവിടെയുണ്ടായിരുന്ന വൃക്ഷങ്ങളാണ് പാഴ്ത്തടികളായി വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. എന്തായാലും അതും മനോഹരമായ കാഴ്ചയാണ്. ഇപ്പോൾ വെള്ളം കുറവായതിനാൽ മിക്കവാറുമുള്ള കുറ്റികളെല്ലാം മുകളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ വെള്ളം കൂടുതലുള്ള സമയങ്ങളിൽ ഈ കുറ്റികളിൽ തട്ടാതെ ബോട്ട് ഓടിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് ഒരുപക്ഷെ ബുദ്ധിമുട്ടുള്ള ജോലിയായിരിക്കും. 1.5 മണിക്കൂറത്തെ യാത്രയും കഴിഞ്ഞ് 9 മണിക്ക് നമ്മുടെ ബോട്ട് യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരികെ എത്തി. ഇനി ഓരോരുത്തരും ലൈഫ് ജാക്കറ്റ് അടിച്ചു വെച്ച് ബോട്ടിൽ നിന്നും പുറത്തിറങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ്. പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ വാഹനത്തിൽ തന്നെയാണ് കുമളിയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് തിരികെ പോകുന്നത്.